എടാ അളിയാ, ബിയറും കുടിച്ച് മലമുകളിൽ നിന്ന് ചാടി സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ച എന്നെ ആ പെണ്ണ് രക്ഷപ്പെടുത്തി ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുക. അതുകൊണ്ട് എനിക്ക് ലൈഫ് ഫുൾ ഹാപ്പിയാടാ. അടിക്കും ഞാൻ, പൊളിക്കും ഞാൻ, അടിച്ചു പൊളിക്കും ഞാൻ. ആരാ ഈ സമയത്ത്? ഗുഡ് ഈവനിങ് മാഡം. ഗുഡ് ഈവനിങ്. എനി പ്രോഗ്രസ്? നിങ്ങൾ തന്ന ഇൻസ്ട്രക്ഷൻ പ്രകാരം ഞാനിപ്പോ ഓരോരോ സോഷ്യൽ സർവീസ് ചെയ്തു വരികയാണ്. നമ്മളെ കൊണ്ട് 4 പേർക്ക് ഉപകാരം ഉണ്ടാവണമെന്ന് നിങ്ങളെപ്പോഴും പറയാറുണ്ടല്ലോ. വെരി ഗുഡ്. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? ചർച്ചിൽ പോയി പാവപ്പെട്ട കുട്ടികൾക്ക് വസ്ത്രദാനം ചെയ്തു. വസ്ത്രദാനം? ഇന്ത്യക്കാർ എവിടെ വെച്ചാലും വസ്ത്രം കൊടുക്കുന്നതിന് വസ്ത്രദാനം തന്നെ പറയാറ്. വെരി നൈസ്. വേറെ? അടുത്ത വീട്ടിലൊരു സ്ത്രീയെ കയറി പിടിച്ചു. ദാസ്, ഞാൻ ഉദ്ദേശിച്ച അതല്ല, തെന്നി വീടാൻ പോയപ്പോ പിടിച്ചെന്നാ. വേറെ ഒന്നുമില്ലല്ലോ. എക്സാക്ട്ലി. താഴെ വീടാൻ പോയപ്പോ ഞാൻ രക്ഷപ്പെടുത്തിയതാ. ഇറ്റ് വാസ് ആൻ അമേസിംഗ് എക്സ്പീരിയൻസ്. അതുകൊണ്ട് ഞാൻ എന്റെ ഡയറി ഗ്രൂപ്പിൽ നിങ്ങളെ കുറിച്ച് 2 ചാപ്റ്റർ വർണ്ണിച്ചെഴുതിയിരിക്കുന്നത്. എന്നിട്ടും മതിയാകുന്നില്ല എനിക്ക്. ദാസ്, എനിക്കിതൊന്നും ഇഷ്ടമല്ല. ഇനി നിങ്ങളുടെ ഇഷ്ടം. കേട്ടിട്ട് ഡബിൾ റോൾ ആണെന്ന് തോന്നല്ലോടാ. ഹേയ്, മാഡത്തിന്റെ സർവീസ് മെന്റ് നിങ്ങൾക്ക് അറിയില്ലേ? ഏതാ മാഡം ഈ ചെറുക്കൻ? ഇയാളുടെ പേര് രാംരാജ്. ഇയാൾക്ക് ഇവിടെ എന്താ കാര്യം? മരിക്കാൻ നടക്കുന്നവനാ. ലവ് ഫെയിലിയർ. മാഡം, എന്തു പറ്റിയോ? എനിക്ക് സൈറയുടെ ഓർമ്മ വരുന്നു. ഞാൻ രാംരാജ്, പോവാ മാഡം. നിൽക്കൂ എനിക്ക് മരിക്കണം. രാംരാജ്. എനിക്ക് മരിക്കണം മാഡം. എന്നെ വിട്ടേക്ക് മാഡം. Take it ഞാൻ easy. പോവാ. എന്നെ വിട്ടേക്ക് മാഡം. ശ്ശോ, സൈറയെ കുറിച്ച് കാര്യാക്കണ്ട. എനിക്ക് മരിക്കണം മാഡം. ചേച്ചി, എന്തായി പറയുന്നേ? ഞാനല്ലേ കൂടെ. വിട്ടേരെ മാഡം, എവിടെയെങ്കിലും പോയിട്ട് നമുക്കെന്താന്ന്? ദാസ്, അത് പറയാനുള്ള അർഹത നിനക്കെന്താ? ma'am. ഇഡിയറ്റ്. ഈ രാത്രി ഇയാൾ ഇവിടെ ഉണ്ടാവും. Okay, ma'am. സൂക്ഷിച്ചോണം. അവനെന്നെ ഡിസ്റ്റർബ് ചെയ്യൂ. നീ അയാളെ ഡിസ്റ്റർബ് ചെയ്യാതിരുന്നാ മതി. എന്റെ കൊട്ടേഷൻസും ഫിലോസഫിയൊക്കെ പറഞ്ഞു കൊടുത്ത് അയാളെ ജീവിതം ആസ്വദിപ്പിക്കാൻ പഠിപ്പിക്ക്. മനസ്സിലായോ? ഞാൻ ശരിയാക്കി എടുത്തോളാം. അറിയാം മാം. ലുക്ക് രാംരാജ്, കൊച്ചുനാളിൽ സ്കൂളിൽ നമുക്ക് പെൻസിൽ തരും. എന്തിനാണെന്നറിയോ? തെറ്റെഴുതിയാൽ മായ്ച്ചു കളഞ്ഞിട്ട് വീണ്ടും എഴുതാൻ. അതുപോലെ വലുതാകുമ്പോ പേന തരും. എന്നാൽ അത് മായ്ച്ചു കളയാൻ പറ്റില്ല. ഓ, എന്ത് ഫിലോസഫിയാ മാഡം ഇത്? മാം, ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞാൻ ഇതിന്റെ ഡയറിയിൽ ഒന്ന് കുറിച്ചോട്ടെ പ്ലീസ് പ്ലീസ്. ദാസ്, എനിക്കിതൊന്നും ഇഷ്ടമല്ലെന്ന് നിനക്കറിഞ്ഞൂടെ? ഇനി നിന്റെ ഇഷ്ടം. രാംരാജ്, രാത്രി ഞാൻ പറഞ്ഞതിനെ കുറിച്ച് ആലോചിക്കണം. പെൻസിലിനെ കുറിച്ചല്ലേ മാം? കറക്റ്റ്. നമുക്ക് കാലത്ത് കാണാം. അപ്പോ സൈറ ഭാനുവിന്റെ കാര്യം? മിസ്റ്റർ ദാസ് വിൽ ടേക്ക് കെയർ. വിളിച്ചോട്ട് പോ. ഓക്കേ, ഓക്കേ, താങ്ക് യു. ഗുഡ് നൈറ്റ്. ഐ മിസ് യു മാം. ഗുഡ് നൈറ്റ്. നീ എവിടെ കിടന്നവനാടാ? എന്താടാ നീ പറഞ്ഞത്? ഞാൻ ഡബിൾ റോൾ കളിക്കണമെന്നോ? എന്റെ ഒരു റോൾ തന്നെ നിനക്ക് സഹിക്കാൻ പറ്റില്ല. അടിയുടെ ചൂടയാ. വോഡ്ക എവിടെയാ? ഓട്ക എന്തിനാ? സെറോക്ക്. സ്മെല്ല് നോക്കി ബ്രാൻഡ് കണ്ടുപിടിച്ച ബോസേ. കണ്ണു നോക്കി ക്യാരക്ടർ വരെ പറയും ഞാൻ. എന്റെ ദൈവമേ. എന്താടാ എല്ലാവരും ചത്തുപോയോ? ചത്തുപോയതല്ല, ചമ്മി പോയതാ. ദാസേ, നിന്റെ ജീവിതം മാറ്റിത്തരാം ഞാൻ പറയുന്ന പോലെ കേട്ടാൽ. $10,000 നിന്റെ പണി എന്താന്ന് പറഞ്ഞാലും ബോസേ. നോക്കൂ രാംരാജ്, അവിടെ മരണമുണ്ട്, ഇവിടെ ജീവിതമുണ്ട്. തീരുമാനം നിങ്ങളുടെ കൈകളിലാണ്. മാം, കൊട്ടേഷൻ അടിപൊളിയായിട്ടുണ്ട്. വീട്ടിൽ ചെന്നത് ഞാൻ ഡയറിയിൽ എഴുതി വെച്ചേക്കാം. ദാസ്, എന്താ ഇത്? എനിക്കിതൊന്നും ഇഷ്ടമല്ലെന്ന് അറിഞ്ഞൂടെ? ഇനി നിന്റെ ഇഷ്ടം. ലുക്ക് റാം, പ്രശ്നം എന്നത് പന്ത് പോലാണ്. കണ്ണിനടുത്ത് വെച്ച് നോക്കിയാൽ വളരെ വലുതായിട്ടാ തോന്നുക. ദൂരേക്ക് വലിച്ചെറിഞ്ഞാൽ വളരെ ചെറുതാവും അത്. പന്താണെങ്കിൽ വലിച്ചെറിയാമായിരുന്നു. സൈറ ഭാനുവിന് എങ്ങനെയാ? അവള് പന്ത് പോലല്ലേ? മനസ്സിലായി. നിങ്ങൾക്ക് സൈറ ഭാനുവിനോട് പ്രേമമല്ല, കോപം. ആ കോപം കളഞ്ഞാൽ പ്രശ്നം സോൾവ്. പന്തിലെ കാറ്റ് പോലെ കോപം എങ്ങനെ കളയാനാ? അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. ദാസ് ഇങ്ങോട്ട് മാറി നിൽക്ക്. യെസ് മാഡം. ഇപ്പം ഇയാള് സൈറ ഭാനു. അകത്തുള്ളതൊക്കെ ഒന്ന് ഛർദ്ദിക്കാം. മാം, രാവിലെ ഇവനാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത്. അതെന്റെ മുഖത്തേക്ക് ഛർദ്ദിക്കാനാ. ഇറ്റ്സ് എ പാർട്ട് ഓഫ് മൈ ട്രീറ്റ്മെന്റ്. സോറി മാം. രാംരാജ്, ഒരു തവണ കണ്ണടച്ച് ഡീപ് ബ്രീത്ത് എടുക്ക്. എടുത്തോ. ഇപ്പൊ സൈറ ഭാനു ചെയ്ത മൊത്തം അട്രോസിറ്റീസ് ഓർമ്മിക്ക്. അങ്ങനെ അങ്ങനെ. കം ഓൺ, മൗണ്ട് അപ്പ്, മൗണ്ട് അപ്പ്. ഇനി കണ്ണു തുറക്ക. എന്തായിരിക്കും ഉദ്ദേശം? എടി സൈറ ഭാനു, നീ എന്നെ എത്രമാത്രം ടോർച്ചർ ചെയ്തവളാ. സ്വന്തം നാട്ടുകാരനാണെന്ന് പോലും കണക്കാക്കിയോ നീ? നീ ഹോസ്റ്റലിൽ മാറുമ്പോ നിന്റെ ഡ്രസ്സും ബക്കറ്റും വെള്ളം എടുത്ത് പുറകെ വരണോ അല്ലേ? നിന്റെ അലക്കിയിട്ട് ഡ്രസ്സ് മുഴുവൻ ഞാൻ തേച്ചു തരണോ അല്ലേ? പോട്ടെ, ഇതൊക്കെ ചെയ്തിട്ട് നീ എന്നോട് അല്പം കരുണ കാണിച്ചിട്ടുണ്ടോ? രതീഷ്, സതീഷ്, സുരേഷ്, പ്രകാശ്, റേഡിയോയിൽ കേൾക്കുന്ന പോലെ എത്ര ബോയ് ഫ്രണ്ട്സ് ആടി നിനക്ക്? കാണുന്നവരോട് മുഴുവൻ പ്രേമമല്ലേ? ആ സൈറബാനുവിന്റെ ഫോൺ നമ്പർ തരുമോ? ആ ഫോണിങ് ഞാൻ മേടിച്ചു തന്ന ഫോണും കൊണ്ട് നാട്ടുകാരോട് മുഴുവൻ സൊല്ലാൻ നാണമില്ലേ നിനക്ക്? ഒരു ഫോൺ. എന്താ മേഡം ഇത്? ലൈക്ക് വണ്ടർ. എന്റെ ദേഷ്യം മുഴുവൻ പോയി. അതിന്റെ കൂടെ എന്റെ ഫോണും പോയി. പോയെങ്കിൽ പോട്ടടോ. തന്റെ ഒരു യൂസ്ലെസ് ഫോൺ. രാംരാജിന്റെ ദേഷ്യം പോയല്ലോ, അതാ എനിക്ക് വേണ്ടത്. മേഡം, ഒരു ദിവസം കൊണ്ട് മരിക്കാനുള്ള ചിന്ത പോയി. 10 ദിവസം കൂടി കിട്ടിയിരുന്നെങ്കിൽ ജീവിക്കാൻ ഒരു റൂട്ട് കിട്ടിയനെ. പ്ലീസ് മേഡം. അതിന് ചേച്ചി ഇവിടെ ഉണ്ടാവില്ല. ഇന്ത്യയിലേക്ക് തിരിച്ചു പോകും. ഞാൻ ഇന്ത്യയിലേക്ക് പോകുന്നത് വരെ രാംരാജ് നമ്മുടെ വീട്ടിലുണ്ടാവും. ചേച്ചി, നിങ്ങൾ കളിക്കാൻ പന്ത് വേണമെന്ന് പറയുന്നു, അയാൾ ജീവിക്കാൻ പന്ത് വേണമെന്ന് പറയുന്നു. എക്സാക്ട്ലി മേഡം. നിങ്ങൾ മാത്രം വിക്കറ്റ് കീപ്പർ പോലെ എല്ലാം ക്യാച്ച് ചെയ്യുന്നു.
ഹായ് മീറ്റ് ദി സ്റ്റാർ പ്രോഗ്രാമിലേക്ക് സ്വാഗതം സുസ്വാഗതം. ഇന്ന് നമ്മുടെ സെലിബ്രിറ്റി പ്രമുഖ ചലച്ചിത്ര സംവിധായകൻ ചെകുത്താന്റെ ദോസ്ത്, ഹിംസ എന്റെ ഹോബി, ബ്ലഡ് റെവല്യൂഷൻ, രക്തം കുടിക്കുന്ന മനുഷ്യൻ, മാറി നിൽക്ക് മതിലടിയും, കിടന്ന പായ കാണാനില്ല തുടങ്ങിയ ഹിംസാത്മക ചിത്രങ്ങളുടെ സൃഷ്ടാവ് റിവഞ്ച് നാരായണത്ത് രാജുവിനോടുള്ള മുഖാമുഖം. നാരായണത്ത് രാജു സാർ നമസ്കാരം. സ്റ്റോറി ഡിസ്കഷന് ഷാജി കൈലാസ് സാർ കുമരകം പോലുള്ള റിസോർട്ടിലേക്ക് പോവാറുണ്ട്. മേജർ രവി സാർ ചെന്നൈയിലേക്കാണ് പോവാറുള്ളത്. താങ്കൾ എവിടേക്കാണ് പോവാറ്? കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക്. What? യെസ്, ഞാൻ സ്റ്റോറി ഡിസ്കഷൻ ക്രിമിനൽസിനോടാണ് നടത്താറ്. അതെന്താ ഡയറക്ടർ റൈറ്റേഴ്സിന് കൂടെ പോകാതെ ക്രിമിനൽസിന് കൂടെ നടത്തുന്നത്? എനിക്ക് റൈറ്റേഴ്സ് സിങ്ക് ആവില്ല, ക്രിമിനൽസെ കണക്ട് ആവും. നിങ്ങളുടെ പടങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഹീറോയിൻസിനോട് നിങ്ങൾക്ക് അഫേഴ്സ് ഉണ്ടെന്ന് പറയുന്നത് സത്യമാണോ? ഇറ്റ്സ് എ പാർട്ട് ഓഫ് മൈ പ്രൊഫഷൻ. ഓഫ് ദ സ്ക്രീൻ ഞങ്ങളുടെ കെമിസ്ട്രി വർക്കൗട്ട് ആയാലേ ഓൺ ദ സ്ക്രീൻ ഹീറോ ഹീറോയിൻ കെമിസ്ട്രി വർക്കൗട്ട് ആവും. സർ, ഡയറക്ടർ ഈസ് ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്ന് പറയാറുണ്ടല്ലോ. അതൊരു നോൺസെൻസാ. എന്റെ ദൃഷ്ടിയിൽ ഡയറക്ടർ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പോ, ഡ്രൈവർ ഓഫ് ദ ടാക്സിയോ, പൈലറ്റ് ഓഫ് ദ പ്ലെയിനോ, ഓണർ ഓഫ് ദ ബ്രാൻഡ് ഷാപ്പോ അല്ല, പിന്നെ? കള്ളൻ. കള്ളനോ? തന്റെ ക്രിയേറ്റിവിറ്റി കൊണ്ട് പ്രേക്ഷകരുടെ മനസ്സ് അടിച്ചെടുത്ത് ബോക്സ് ഓഫീസ് കളക്ഷൻ നേടുന്ന പെരും കള്ളൻ. വളരെ നല്ല റിപ്ലൈ. റീസെന്റ് ആയിട്ട് നിങ്ങൾ ചെയ്ത കത്തിക്കുത്തുന്ന സിനിമയിലെ വില്ലൻ ക്യാരക്ടർ മാഫിയ ഡോൺ ക്രേസി റോബർട്ടിനെ പോലുണ്ടെന്ന് പറയുന്നു, ശരിയാണോ? എന്നാൽ സിനിമയിൽ നിങ്ങൾ അയാളെ കുറിച്ച് കാണിച്ചതൊക്കെ നിങ്ങളുടെ മുന്നിൽ ക്രേസി റോബോട്ട് ഒരു ഡോണാ. പക്ഷെ എന്റെ റിസർച്ചിൽ എന്താ തെളിഞ്ഞെന്നറിയോ? ഒരു ബഫൂണാണെന്ന്. ബ്രോക്കർ, ജോക്കർ, ലോഫർ, ഡാഫർ. ആക്ച്വലി ആദ്യം അവന് വയസ്സൻ ഡോണുകൾക്ക് കാലുതിരുമലായിരുന്നില്ലേ ജോലി. എല്ലാ കഴുതിക്കും ഒരു നല്ല കാലം വരുന്നത് പോലെ ഈ തെണ്ടിക്കൊരു ടൈം വന്നു. അങ്ങനെ ഡോങ്കി ഡോണായി. അയാളുടെ അടുത്ത് നിങ്ങൾക്ക് ത്രട്ടനും കോളൊന്നും വന്നില്ലേ? ഒരു ദിവസം ഫോൺ ചെയ്ത് നിങ്ങൾക്ക് 4 കോടി തരാം, ഇനി എന്നെ നാറ്റിക്കില്ലെന്ന് പറഞ്ഞു. ഇതൊക്കെ വല്ല രാം ഗോപാലവർമ്മയോടും പറയാൻ പറഞ്ഞു ഞാൻ. അവൻ പേടിച്ച് ഫോൺ കട്ട് ചെയ്തു. സർ, നിങ്ങളുടെ നെക്സ്റ്റ് ഫിലിം ഫുൾ പാരഡൈസ് പാർട്ട് 2. പാർട്ട് 1 ഫ്ലോപ്പ് ആയിരുന്നില്ലേ? അതുകൊണ്ടാ പാർട്ട് 2 കൊടുത്തത്. ഇതും ഫ്ലോപ്പ് ആയാൽ പാർട്ട് 3 കൊടുക്കും. ഓഡിയൻസിനോടുള്ള റിവഞ്ച് ആണല്ലേ? ഇതാണ് റിവഞ്ച് നാരായണത്ത് രാജുവിന്റെ മനോഗതം. ഇനി ഇദ്ദേഹത്തോട് ഓഡിയൻസിനുള്ള റിവഞ്ചിനായി കാത്തിരിക്കാം. എന്റെ ആൻസർ കേട്ടവൻ ഷോക്കായി കാണും. ഹലോ, ഞാൻ കാശ് കൊടുക്കാനുള്ളവരാണ്, ഞാൻ ഇല്ലെന്ന് പറഞ്ഞു. ഓക്കെ ശരി, കൊടുക്കാം സാർ. സാർ, കുഴപ്പമില്ലെന്ന് തോന്നണേ. ഇന്ന് എന്തെങ്കിലും സംഭവിക്കും. ക്രേസി റോബർട്ടാ ഇല്ലെന്ന് പറഞ്ഞു കേട്ടെ. നിങ്ങടാ സാർ, എന്താടാ റോബർട്ടെ തെണ്ടി? എന്താടാ എന്ത് തോന്നിവാസാ നീ പറയുന്നത്? നിന്റെ അണ്ണാക്കി ഞാൻ വെടിയുണ്ട കയറ്റും. നിർത്തടാ. 2 ദിവസം കഴിയുമ്പോൾ ഞാൻ ഇറ്റലിയിലായിരിക്കും. നിനക്ക് ഗഡ്സ് ഉണ്ടെങ്കിൽ, നിന്റെ ഗണ്ണിൽ ബുള്ളറ്റ്സ് ഉണ്ടെങ്കിൽ, ഫ്ലൈറ്റിന് ടിക്കറ്റ് ഉണ്ടെങ്കിൽ അവിടെ വന്നാ കാണാം. Pack up. എന്തിനാ സാർ എല്ലാവരോടും ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? ഈ പ്രായത്തിൽ മാഫിയക്കാരെ പിണക്കണോ? എടാ, മാഫിയ എന്ന് പറഞ്ഞ അണ്ടർവേൾഡ്. താഴെ കിടക്കുന്നവനാണെന്ന്. താഴെ കിടക്കുന്നവരൊന്നും എനിക്ക് പേടിയില്ല. മുകളിലുള്ളവരോ എനിക്ക് ബഹുമാനമില്ല. അടുത്ത് നിൽക്കുന്നവരെ കാണാനും ഇഷ്ടമല്ല. ടൈമിംഗ് അടിപൊളിയായില്ലേ? ട്വിറ്ററിലിട്ടേക്ക്. മോളെ ജാനകി, മോളെ എന്താ അലേച്ചാ? ഇന്ത്യയിൽ നിന്ന് റിവഞ്ച് നാരായണത്ത് രാജു എന്ന് പറഞ്ഞ ഡയറക്ടർ വന്നിട്ടുണ്ട്. അയാൾക്ക് ലൊക്കേഷൻ കാണിച്ചു കൊടുക്കണം. എനിക്കാണെങ്കിൽ അത്യാവശ്യമായിട്ടൊരു ജോലിയുണ്ട്. നീ ഫ്രീ ആണെങ്കിൽ. നോ പ്രോബ്ലം അലേച്ചാ, ഞാൻ മാനേജ് ചെയ്തോളാം. ദാസ് ലേറ്റ് ആവുന്നു. മാഡം വിളിച്ചിരുന്നു പുറത്തു പോകാൻ. അതെ വരുന്നടാ. ആ റിലേ പോയ പെണ്ണുമ്പിളോടെ കൂടെ പണിയെടുക്കാൻ വലിയ പ്രയാസമാടാ. പ്രയാസമുള്ളത് അച്ചീവ് ചെയ്യാനൊരു സുഖമല്ലേ? സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാതെ ഈ സിനിമക്കാർക്ക് വേണ്ടി പണിയെടുക്കുന്ന എന്തിനാ? രാംരാജ്, ഇവിടെ വന്നതിൽ എന്റെ സ്വാർത്ഥതയും കൂടിയുണ്ട്. മാഡത്തിന് സ്വാർത്ഥതയോ? ഞാൻ വിശ്വസിക്കില്ല. പേഴ്സണൽ സ്വാർത്ഥതയല്ല, സോഷ്യൽ സ്വാർത്ഥത. സൗണ്ടിങ് നന്നായിട്ടുണ്ട്. മീനിങ് എന്താ മാം? ഒന്നുമില്ലെന്നേ. ഈ ഡയറക്ടർ ട്വിറ്ററിലിടുന്ന ട്വീറ്റ്സ് ഞാൻ നോക്കിയിട്ടുണ്ട്. മൊത്തം ഇറാഡിക്കൽസാ. ഇയാൾക്ക് സ്ത്രീകളോട് റെസ്പെക്ട് ഇല്ല, പിള്ളേരോട് സ്നേഹമില്ല, സമൂഹത്തോട് ബാധ്യതയില്ല. സെക്സ്, വയലൻസ്, ബ്രൂട്ടലിറ്റി, ക്രൂവൽറ്റി, ഇതൊക്കെയാ. അതുകൊണ്ട് ഇയാളെ എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിയെടുത്ത് നമ്മുടെ ഫിലോസഫിയുടെ ഒരു പടം എടുപ്പിച്ച് അത് ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്യിപ്പിക്കണം. എന്തെന്നാൽ സിനിമ എന്നത് പവർഫുൾ മീഡിയമാണ്. ശരിയാ. പണ്ട് കുറെ ആളുകൾ സാഗര സംഗമം കണ്ട് ഭരതനാട്യം പഠിച്ചു. വേറെ ചില ശങ്കരാഭരണം കണ്ട് മ്യൂസിക്. ഇടുക്കി ഗോൾഡ് കണ്ട് കഞ്ചാവ് കൃഷി പഠിച്ചു. മിണ്ടാതിരിക്കെ. ഇതൊക്കെ ബാഡ് കമ്പാരിസണാ. ഡയറക്ടർ വരുന്നുണ്ട്. എടാ സൂര്യ, ആ കോർഡിനേറ്റർ ഗോപിയോട് ചോദിക്കും ഇതുപോലെ നടക്കുമെന്ന്. ഓക്കെ സാർ. ഗുഡ് മോർണിംഗ് സർ. ഗോപി സർ പറഞ്ഞു വെച്ചത്. അവൻ എവിടെയാ? സർ ആക്ച്വലി ചത്തുപോയോ? ഇല്ല സാർ, അദ്ദേഹത്തിന് വേറെ പണിയുള്ള കാരണം ഞങ്ങളെ അയച്ചത്. അവനും 2 അസിസ്റ്റൻസോ? സർ, ഇരുന്നിട്ട് കൂളായിട്ട് സംസാരിക്കാലോ. സർ, ഇതാണ് മിലാൻ ലൊക്കേഷൻ. എടാ, ആ മഹേഷ് പണ്ഡിറ്റിന്റെ പടം റിലീസായിട്ട് എന്തായി? 8 നിലയിൽ പൂട്ടി സാർ. കാണാൻ വന്നൊരു കസേര കുത്തി കീറി. അവര് പിടിച്ചു വെച്ചു ഹീറോയും പ്രൊഡ്യൂസറെ. ഹലോ, ആ ബാബു, ഞാൻ റിവഞ്ച് നാരായണത്ത് രാജു സംസാരിക്കുന്നത്. എന്താ നാരായണത്ത് രാജ് എന്റെ സിനിമ കണ്ടോ? നിങ്ങളൊന്ന് അഭിനന്ദിക്കാനാ വിളിച്ചത്. പടം സൂപ്പർ ഹിറ്റ് അല്ലേ? എന്ത് ബയേഴ്സും എക്സിബിറ്റേഴ്സും ദൈവത്തിന്റെ ഫോട്ടോ മാറ്റിയപ്പോ നിങ്ങളുടെ ഫോട്ടോ വെച്ചാ പൂജിക്കുന്നത്. നേരോ?